നമ്മുടെ 13th ചാപ്റ്റർ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം നോക്കേണ്ടത് മീനും മീഡിയനും കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പോൾ ഒരു റോ ഡാറ്റ തരികയാണ്. റോ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഡാറ്റേനെ കോമ ഇട്ടിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ റോ ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു 11 സ്റ്റുഡൻസിന് എക്സാമിൽ കിട്ടിയിട്ടുള്ള മാർക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി നമ്മൾ ചെയ്യേണ്ടത് ഈ 17 സ്റ്റുഡൻസിൻ്റെ മാർക്കിൻ്റെ മീനും കണ്ടുപിടിക്കണം, അതുപോലെ മീഡിയനും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ മീൻ കണ്ടെത്താനുള്ള ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? സം ഡിവൈഡഡ് ബൈ നമ്പർ. ഓക്കെ, സോ അതാണ് മീൻ കണ്ടെത്താനുള്ള ഫോർമുല. ഇപ്പോൾ ഇവിടെ മീൻ കണ്ടെത്താൻ മീൻ ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എല്ലാ ഡാറ്റയുടെയും സം എടുക്കുക. ഓക്കെ, എന്നിട്ട് അതിൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് എണ്ണാം. ഇപ്പോൾ അവിടെ 11 നമ്പേഴ്സാണ് ഉള്ളത്. ആ 11 വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ മീൻ കിട്ടുന്നത്. ഇനി മീഡിയൻ കണ്ടെത്താൻ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ഡാറ്റയെ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതണം. അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുക. അപ്പോൾ ഇവിടെ ഇതിൽ എഴുതിയിട്ടുണ്ട് 17, 19, 20, 27 അങ്ങനെ അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് 11 ആണ്. 11 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പറാണ്. n=11 എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മീഡിയൻ എന്ന് പറയുന്നത് n+1/2th ഒബ്സർവേഷൻ ആയിരിക്കും. ഓക്കെ, അതായത് 11 + 1/2. 11 + 1/2 എന്ന് പറയുമ്പോൾ 1/2 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 12/2 ഈക്വൽ ടു 6ാമത്തെ ഒബ്സർവേഷനാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത്? മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ 6ാമത്തെ ഒബ്സർവേഷൻ ഇവിടെ 30 ആണ്. സോ മീഡിയൻ ഓഫ് ദി ഡാറ്റ എന്ന് പറയുന്നത് 30 ആണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ മീഡിയനും മീനും കണ്ടെത്തുന്നത്. ഓക്കെ, സോ മീന് കണ്ടെത്താൻ സം ഡിവൈഡഡ് ബൈ നമ്പർ ചെയ്യണം. ആൻഡ് മീഡിയൻ ആണെങ്കിൽ തന്നിരിക്കുന്ന ഡാറ്റയെ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതിയാൽ മതി. അങ്ങനെ എഴുതിയിട്ട് നമ്പർ ഓഫ് ടേംസ് ഓഡ് ആണെങ്കിൽ അതിൻ്റെ എക്സാക്ട്ലി സെൻറ്റർ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്താൽ മതി? എത്രയാണോ നമ്പർ ഉള്ളത്, ഇവിടെ 11 ആയിരുന്നു, 11നോട് കൂടി 1 കൂട്ടുക, പകുതി എടുക്കുക. അത്രാമത്തെ ഒബ്സർവേഷൻ ആയിരിക്കും അതിൻ്റെ മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ ഇവിടെ എക്സാമിനേഷനിൽ കിട്ടിയ മാർക്ക് തന്നെയാണ് പറയുന്നത്. ഇവിടുത്തെ മീഡിയൻ മാർക്കാണ് നമുക്ക് കണ്ടെത്താനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഒബ്സർവേഷൻ എടുത്ത് നോക്കുമ്പോൾ അതിൽ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതി. പക്ഷെ അവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? അത് 3, 2, 5, 3, 8 ഒബ്സർവേഷൻസ് ആണുള്ളത്. n=8 അല്ലേ? അപ്പോൾ അതൊരു ഈവൺ നമ്പറാണ് അല്ലേ? അപ്പോൾ ഈവൺ നമ്പർ ഓഫ് ടേംസ് ആണ് ഒരു തന്നിരിക്കുന്ന ഡാറ്റയിലുള്ളത് എങ്കിൽ അവിടുത്തെ മീഡിയൻ എന്ന് പറയുന്നത് എക്സാക്ട്ലി ഫോർമുല ഇതാണ്: n/2th ഒബ്സർവേഷൻ പ്ലസ് n/2 + 1th ഒബ്സർവേഷൻ. ഓക്കെ, ഡിവൈഡഡ് ബൈ 2. ഇതാണ് ഫോർമുല. n/2 സെപ്പറേറ്റ്, അതിനോട് കൂടെ +1 ചെയ്യാണ്. അതായത് n എന്ന് പറയുന്നത് 8 ആണ്. സോ 8/2 എന്ന് പറയുന്നത് 4. 4ാമത്തെ ഒബ്സർവേഷൻ്റെയും 4 + 1 എന്ന് വെച്ചാൽ എത്രയാണ്? 5. അപ്പോൾ 4th ഒബ്സർവേഷൻ എടുക്കുക, 5th ഒബ്സർവേഷൻ എടുക്കുക, അതിൻ്റെ പകുതി എടുക്കുക. ഓക്കെ, അതാണ് ആക്ച്വലി ഇവിടെ നമുക്ക് മീഡിയൻ കണ്ടെത്താൻ ചെയ്യേണ്ടത്. ഇതാണ് ഈവൺ നമ്പർ ഓഫ് ടേംസിൻ്റെ മീഡിയൻ കണ്ടെത്താനുള്ള ഫോർമുല. അപ്പോൾ ഇവിടെ 47ഉം 49ഉം ആണ് 4th ഉം 5th ഉം ഒബ്സർവേഷൻസ് വരുന്നത്. അപ്പോൾ ഈ 47ഉം 49ഉം കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അവിടെ 48 എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് മീഡിയൻ കണ്ടെത്തേണ്ടത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻസ്
some numbers are in arithmetic sequence. Their mean is 22. Find the median. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും നോക്കണ്ട, മീനും മീഡിയനും എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ മീൻ ഈക്വൽ ടു മീഡിയൻ ആയിരിക്കും ഏത് സമയത്ത്? തന്നിരിക്കുന്ന ഡാറ്റ അരിത്തമെറ്റിക് സീക്വൻസിലാണ് എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ മീൻ 22 ആയതുകൊണ്ട് നമുക്ക് മീഡിയനും എത്ര തന്നെയാണെന്ന് പറയാൻ പറ്റും? 22 തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ ആണ് പ്രോബ്ലംസ് ചെയ്യേണ്ടത്. ഇനി ഇവിടെ തന്നിരിക്കുന്ന 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ ഹൈറ്റ് ഓഫ് 25 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ആർ ഗിവൺ ബിലോ, ഫൈൻഡ് ദ മീഡിയൻ ഹൈറ്റ്. ഇവിടെ 150 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള 2 കുട്ടികൾ, 155 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള 3 കുട്ടികൾ, 160 ഹൈറ്റുള്ള 5 കുട്ടികൾ, അങ്ങനെ 173 വരെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ 150 ഹൈറ്റുള്ള 2 കുട്ടികൾ അവിടെ ക്ലാസ്സിലുള്ളൂ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് മീഡിയൻ ഹൈറ്റ് കണ്ടെത്താനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. തന്നിരിക്കുന്ന ഡാറ്റേനെ നമുക്ക് ഒരു ലെങ്ത്ത്, അതായത് അവരുടെ ഹൈറ്റ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട് 2 കോളം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അപ് ടു 150, അതായത് 150 വരെ ഹൈറ്റുള്ള 2 കുട്ടികളാണ് അവിടെ ഉള്ളത്. ഇനി 155 വരെ ഹൈറ്റുള്ള കുട്ടികൾ എത്ര ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ടിനോട് കൂടെ എന്ത് ആഡ് ചെയ്യണം? ഈ 3ഉം കൂടെ ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ 155 വരെ ഹൈറ്റുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ 150 ഹൈറ്റുള്ള കുട്ടികൾ അതിൽ ഇൻക്ലൂഡഡ് ആയി. അതുകൊണ്ട് ഈ ഓരോ നമ്പേഴ്സും നമ്മളിങ്ങനെ കൂട്ടി വരണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നമ്പർ 2 ആയിരുന്നു, അടുത്ത നമ്പർ എന്തായിരിക്കും? 2 + 3 5 ആയിരിക്കും. അടുത്തത് ഈ 5ൻ്റെ കൂടെ ഈ 5 ആഡ് ചെയ്യുക, അപ്പോൾ 10 ആവും. ആൻഡ് അടുത്ത നമ്പർ ഈ 10ൻ്റെ കൂടെ അടുത്ത 6 ആഡ് ചെയ്യുക, അപ്പോൾ 16 ആയി. ഇനി അടുത്ത നമ്പർ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 16ൻ്റെ കൂടെ 4 ആഡ് ചെയ്യുക, അപ്പോൾ 20 ആയി. ആൻഡ് അടുത്തത് 23, അടുത്തത് 25. ഇങ്ങനെയായിരിക്കും നമ്മുടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് വരിക. ഇങ്ങനെ എഴുതുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഓക്കെ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ് ടു 152, അപ് ടു 155 5, അപ് ടു 160 10, അങ്ങനെ നമ്മൾ എഴുതി പോയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ അവസാനത്തെ നമ്പർ, അതായത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 25 ആണ് അല്ലേ? 25 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീഡിയൻ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. എന്താണ്? n+1/2th ഒബ്സർവേഷൻ. ഓക്കെ, അതാണ് ഇവിടുത്തെ മീഡിയൻ ആയിട്ട് വരുന്നത്. അപ്പോൾ 25 + 1/2 ഈക്വൽ ടു 26/2 ഈക്വൽ ടു 13ാമത്തെ ഒബ്സർവേഷൻ, 13ാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ ഹൈറ്റാണ് ഇവിടുത്തെ മീഡിയൻ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 13 എന്ന് പറയുമ്പോൾ ഈ നമ്മൾ എഴുതിയിരിക്കുന്ന ഈ ഫ്രീക്വൻസി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നോക്കണം. ഇതിൽ 13, ഇവിടെ 10 ഉണ്ട്, ഇവിടെ 16 ഉണ്ട് അല്ലേ? അപ്പോൾ 10 നമുക്ക് എടുക്കാം. 13 എന്ന് പറയുന്ന ഒരു എക്സാക്ട് നമ്പർ അവിടെ ഇല്ല. അപ്പോൾ നമുക്ക് 13നേക്കാളും തൊട്ടടുത്ത വലിയ നമ്പർ ഏതാണെന്ന് നോക്കുക. അത് 16 ആണ്. സോ ഞാനിവിടെ ഈ 16 എന്ന് പറയുന്ന ഈ ഒരു ആ ഒരു ഭാഗം റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മീഡിയൻ ഹൈറ്റ് എന്ന് പറയുന്നത് 16ൻ്റെ നേരെ നിൽക്കുന്ന ഹൈറ്റ് എത്രയാണ് നോക്കുക? 163. സോ മീഡിയൻ ഹൈറ്റ് എന്ന് പറയുന്നത് 163 ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, അത് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. അതായത് 150, 155 ഓരോ വാല്യൂവിനാണ് നമുക്ക് ഹൈറ്റ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ആണ് ഇങ്ങനെ ഇത്ര ഈസി ആയിട്ട് ചെയ്തത്. പക്ഷേ ഇനിയുള്ള കേസിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് ഇൻ്റർവെല്ലായിട്ടാണ് തരുന്നത്. അതായത് ഇപ്പോൾ ഈ 8th ക്വസ്റ്റ്യനും അതുപോലെ 9th ക്വസ്റ്റ്യനൊക്കെ നോക്കുക. ഇതിൽ ക്ലാസ് ഇൻ്റർവെല്ലായിട്ടാണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ 9th ക്വസ്റ്റ്യൻ നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്കൂൾ മാത്തമാറ്റിക്സ് ക്ലബ്ബിലെ മെമ്പേഴ്സിൻ്റെ വെയിറ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 20 to 25 ഹൈറ്റുള്ള 2 പേരുണ്ട് അവിടെ. അതുപോലെ 25 to 30 ഹൈറ്റുള്ള 4 പേര്, 30 to 35 5, 35 to 46, 40 to 45 2. ഇങ്ങനെയാണ് നമുക്ക് കുട്ടികളുടെ വെയിറ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മീഡിയൻ ഹൈറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് കരുതാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ.
25-ൽ താഴെ വെയിറ്റുള്ള 2 കുട്ടികളുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി തൊട്ട് മുമ്പ് എഴുതിയതുപോലെ താഴത്തെ നമ്പേഴ്സിന് എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്ത് എഴുതാം. ബിലോ 30 6 സ്റ്റുഡൻസ്, അതുപോലെ ബിലോ 35 11 സ്റ്റുഡൻസ്, ബിലോ 40 17, 45 19. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 19 ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മീഡിയൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 19 + 1 ഡിവൈഡഡ് ബൈ 2th ഒബ്സർവേഷൻ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ഇതിൻ്റെ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ 19 + 1 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 20th ഒബ്സർവേഷൻ 20/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 10th ഒബ്സർവേഷൻ ആയിരിക്കും ഇതിൻ്റെ മീഡിയൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 10th ഒബ്സർവേഷൻ ആണ് ഇതിൻ്റെ മീഡിയൻ. ഇനി നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഒരു കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഈ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേറെ കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല. ഈ നമുക്കിപ്പോൾ ഇവിടെ 10th ഒബ്സർവേഷൻ ആണ് മീഡിയൻ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ 10 എന്ന് പറയുന്ന നമ്പർ എവിടെ വരുമെന്ന് നോക്കണം. അത് ഏകദേശം ഈ ഭാഗത്താണ് വരിക അല്ലേ. അപ്പോൾ ഇവിടുത്തെ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ ഞാൻ റൗണ്ട് ചെയ്തിരിക്കുന്നതാണ് മീഡിയൻ ക്ലാസ്. അപ്പോൾ അതിൽ ഈ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ജസ്റ്റ് ഈ 35നെ തൊട്ട് മുകളിലുള്ള നമ്പർ ആയിട്ടുള്ള 30 ആയിട്ട് മൈനസ് ചെയ്യുക. 35 - 30 ഡിവൈഡഡ് ബൈ ഈ 11നെ 6ആയിട്ടും മൈനസ് ചെയ്യുക. 11 - 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 1. ഇതാണ് നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന ഈ ഇൻ്റർവെൽ, അതായത് 30 മുതൽ 35 വരെയുള്ള ഈ ഇൻ്റർവെല്ലാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ മീഡിയൻ കിടക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ 30 മുതൽ 35 വരെയുള്ള ഇൻ്റർവെല്ലിനെ ഓരോ നമ്പേഴ്സായിട്ട് എന്ത് ചെയ്യാണ്, ഓരോ നമ്പേഴ്സായിട്ട്, അതായത് ഇവിടെ ഡിഫറൻസ് കിട്ടിയത് 1 ആണ്. സോ 30 കഴിഞ്ഞാൽ 31 ഓരോ നമ്പേഴ്സ് ഇടവിട്ടിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്യണം. 31, 32, 33, 34, 35 അങ്ങനെ 5 ഭാഗങ്ങളായിട്ട് ഈ 30 മുതൽ 35 വരെയുള്ള ആ ഇൻ്റർവെല്ലിനെ ഡിവൈഡ് ചെയ്തു. അതെങ്ങനെയാണ് ഓരോ നമ്പേഴ്സ് വിട്ടിട്ട് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സാധാരണഗതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ 6 വരെ ഇവിടെയുണ്ട് ആൻഡ് 11 വരെ ഈ 30 to 35 വരുന്നത് അല്ലേ. അപ്പോൾ 6 കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 30 പെട്ടു. ഇനി 6 കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് X7, അതുപോലെ X8, X9, X10, X11. ഓക്കെ, അങ്ങനെ 5 ഡാറ്റയാണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ഈ ഇൻ്റർവെല്ലിൽ കൊടുക്കേണ്ടത്. ഓക്കെ, 6 കഴിഞ്ഞ് അടുത്ത നമ്പർ മുതൽ ചൂസ് ചെയ്യാം. അപ്പോൾ 30ൻ്റെയും 31ൻ്റെയും ഇടയിലായിരിക്കും എന്ത് നിൽക്കുന്നുണ്ടാവുക, ഈ X7 നിൽക്കുക. ഓക്കെ, ഇനി 31ൻ്റെയും 32ൻ്റെയും ഇടയിൽ എന്ത് നിൽക്കുന്നു, X8 നിൽക്കും. ഓക്കെ, ഇവിടെ X9, X10, X11. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഇസ് ദ അസ്യൂംഡ് ഹൈറ്റ് ഓഫ് വെയിറ്റ് ഓഫ് 7th സ്റ്റുഡൻറ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, X7ൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 30നും 31നും ഇടയിലുള്ള ഹൈറ്റ് എത്രയാണ് ഇവിടെ, അത് 30. 30ൻ്റെയും 31ൻ്റെയും സെൻറ്റർ എന്ന് പറയുന്നത് എത്രയാണ്, 30 അരയാണ് അല്ലേ. അപ്പോൾ 31/2 301/2 അതാണ് X7. 7ാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 30 അരയാണ്. ഇനി അടുത്ത പറയുന്നത് X10 എന്ന് പറയുന്നത് എന്താ, 34ൻ്റെയും 33ൻ്റെയും 34ൻ്റെ ഇടയിലാണ് X10 വരുന്നത്. അതാണ് നമുക്കിവിടെ മീഡിയൻ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. 10th പൊസിഷനിലുള്ള കുട്ടിയുടെ വെയിറ്റാണ് നമുക്ക് മീഡിയൻ ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ X10 എന്തെന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക്, അത് 33ൻ്റെയും 34ൻ്റെയും ഇടയിലുള്ള നമ്പർ എന്ന് പറയുന്നത് 33.5. ഇതാണ് നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിക്കാനുള്ളത്. ഇത് നല്ല വൃത്തിയായിട്ട് നോക്കിയിട്ട് പോവുക. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.